SSLC മലയാളം പരീക്ഷയുടെ റിവിഷന്റെ ഭാഗമായി നടത്തുന്ന 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അഭിപ്രായക്കുറിപ്പ്, സ്വാഭിപ്രായക്കുറിപ്പ്, സ്വന്തം അഭിപ്രായം എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി വന്നാൽ എപ്രകാരമാണ് എഴുതേണ്ടത് എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് ഒട്ടനേകം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു കഴിഞ്ഞു. ആ വീഡിയോകൾ നിങ്ങൾക്ക് SSLC മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എങ്ങനെയാണ് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? സ്വാഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായം. ലളിതമായി പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് രേഖപ്പെടുത്തുന്നതാണ് സ്വാഭിപ്രായക്കുറിപ്പ്. ഒരു കാര്യത്തെ വെറുതെ വിവരിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നും വ്യക്തമാക്കുന്ന കുറിപ്പാണിത്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. അതായത് നിഷ്പക്ഷതയാണ് നാം പാലിക്കേണ്ടത്. ഒരു കാര്യത്തിന്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഒരുപോലെ ചിന്തിച്ചെഴുതുന്നു. യുക്തിസഹമായിരിക്കണം. അതായത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്നതിന് കാരണങ്ങൾ അവിടെ കാണിക്കുക. വിശകലനം ചെയ്യണം. തന്നിരിക്കുന്ന വിഷയത്തെ ആഴത്തിൽ പരിശോധിക്കുക. മൗലികത, മറ്റാരോ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള തനതായ ചിന്തകൾ പങ്കുവയ്ക്കുക. ഒരു വിഷയത്തെയോ സംഭവത്തെയോ വ്യക്തിയെ കുറിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് വെറും ഒരു വിവരണമായി മാറാതെ ചിന്തോദ്ദീപകമായിരിക്കണം, അതുപോലെ തന്നെ വ്യക്തതയുള്ളതുമായിരിക്കണം. ഇനി എങ്ങനെയാണ് ഒരു അഭിപ്രായക്കുറിപ്പ്, മികച്ച ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. വ്യക്തമായ ശീർഷകം, വിഷയത്തിന്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്ന ആകർഷകമായ ഒരു തലക്കെട്ട് നൽകണം. വായനക്കാരന് വിഷയം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതുകൊണ്ട് സഹായകമാകും. ആമുഖം, വിഷയത്തിൽ ലളിതമായി പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുക. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ എഴുതുന്നത് എന്നും എന്തുകൊണ്ടാണ് വിഷയം പ്രസക്തമാകുന്നതെന്നും ഇവിടെ സൂചിപ്പിക്കണം. ഇനി വിശകലനമാണ്. ഇതാണ് കുറിപ്പിന്റെ പ്രധാന ഭാഗം. ഇവിടെ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് അനുകൂലവും പ്രതികൂലവുമായ വശങ്ങൾ. ഒരു സംഭവമാണെങ്കിൽ അതിന്റെ ഗുണദോഷങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുക. വ്യക്തിപരമായ കാഴ്ചപ്പാട്, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ട്, അതിന് തെളിവുകൾ വേണം. അതിനെന്ത് വേണം? നിങ്ങളുടെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ ആവശ്യമായ ഉദാഹരണങ്ങളോ വസ്തുതകളോ നിരത്തുക. ഇനി ഭാഷയും ശൈലിയും എപ്രകാരമായിരിക്കണം എന്നാണ് പറയുന്നത്. ലളിതവും വ്യക്തവുമായ ഭാഷ ഉപയോഗിക്കുക. അതായത് അമിതമായ വൈകാരികത ഒഴിവാക്കി യുക്തിസഹമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ, എനിക്ക് തോന്നുന്നത്, പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് തുടങ്ങിയ പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ഇനി ഉപസംഹാരം, ചർച്ച ചെയ്ത കാര്യങ്ങൾ സംഗ്രഹിച്ച് നിങ്ങളുടെ അന്തിമ നിലപാട് വ്യക്തമാക്കി കുറിപ്പ് അവസാനിപ്പിക്കുക. വായനക്കാരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമോ സന്ദേശമോ നൽകുന്നത് നന്നായിരിക്കും. സോഷ്യൽ മീഡിയ, നന്മയുടെയും തിന്മയുടെയും ലോകം. കുറിച്ച് നിങ്ങളുടെ സ്വാഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ചോദ്യമാണ് മാതൃകയായി തന്നിട്ടുള്ളത്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അകലങ്ങളിൽ ഇരിക്കുന്നവരെ അടുപ്പിക്കാനും അറിവുകൾ നിമിഷനേരം കൊണ്ട് കൈമാറാനും സഹായിക്കുന്ന ഈ മാധ്യമം നമ്മുടെ ലോകത്തെ ഒരു ആഗോള ഗ്രാമമായി മാറ്റിയിരിക്കുന്നു. എന്നാൽ അതിന്റെ അമിതമായ ഉപയോഗം പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുന്നത്. അനുകൂല വശങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഗുണം അതിന്റെ വിനിമയ വേഗത തന്നെയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയവയിലൂടെ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരുമായും ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിക്കുന്നു. കൂടാതെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പഠന കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കിയെടുക്കാൻ സഹായിക്കുന്നു. ഇനി പ്രതികരണങ്ങൾ, സാമൂഹിക അനീതികൾക്കെതിരെ ശബ്ദമുയർത്താനും ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കാനും ഇത് വലിയൊരു വേദിയാണ്. കഴിവുള്ള കലാകാരന്മാർക്കും സംരംഭകർക്കും തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇത് അവസരം നൽകുന്നു. ഇതിലേക്ക് പ്രതികൂല വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാണയത്തിന്റെ മറുപുറം എന്ന പോലെ ഇതിന് ചില അപകടങ്ങളും ഉണ്ട്. അഡിക്ഷൻ, അതിന് സമൂഹ മാധ്യമങ്ങൾക്ക് അടിമയായി പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ ചിലവഴിക്കുന്നത് മാനസികാരോഗ്യം തകരാറിലാക്കാനും ഏകാഗ്രത കുറയ്ക്കാനും കാരണമാകുന്നു. നിമിഷ നേരം കൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ അശാന്തി ഉണ്ടാക്കുന്നു. അതായത് വ്യാജ വാർത്തകൾ, സ്വകാര്യത, സൈബർ ബുള്ളിങ്, ഹാക്കിംഗ് തുടങ്ങിയ വഴി വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ഇനി സ്വാഭിപ്രായം, സോഷ്യൽ മീഡിയ ഒരു ആയുധം പോലെയാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലം.
സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ തടയാൻ നമുക്കാവില്ല. എന്നാൽ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അനാവശ്യമായ പോസ്റ്റുകൾക്കും ചർച്ചകൾക്കും പകരം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾക്കായി നാം സമയം മാറ്റിവെക്കണം. ഡിജിറ്റൽ ലോകത്തിന് നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ കീഴ്പ്പെടുത്താൻ നാം അനുവദിക്കരുത്. സോഷ്യൽ മീഡിയയുടെ അടിമകളാവാതെ അതിന്റെ യജമാനന്മാരായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ഉപസംഹാരം എഴുതി കൊണ്ട് നമുക്ക് അഭിപ്രായക്കുറിപ്പ് ഉപസംഹരിക്കാം. കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ? എന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു ചിൽഡ്രൻ.